ലൈവില് കണ്ടസ്റ്റൻസ് എല്ലാവരും പുറത്തു പോയല്ലോ. അപ്പൊ അപ്പാനിയോട് അനീഷ് ഒരു ഭയങ്കരമായ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തൃശ്ശൂർ വരികയാണെങ്കിൽ വിളിക്കണം, ഞാൻ പിക്ക് ചെയ്യാൻ വരും, എന്നെ വിളിച്ചോണം, പിന്നെ എനിക്ക് ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ചോദിച്ചറിയാനായിട്ട്, അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കമ്പനി ആകുകയാണ് ഇവര്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട് ചങ്കാണ് എന്റെ, തുടക്കത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടു, ഇപ്പൊ എന്റെ ചങ്കാണെന്നാണ് അപ്പാനിയൊക്കെ പറയുന്നത്. എനിക്കൊന്ന് 3-4 തവണ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു ഈ ഒരു വരവില്. അപ്പൊ എനിക്ക് ശരിക്കും ചെയ്ത തെറ്റെന്താണെന്നുള്ളത് മനസ്സിലായി. അത് ഈ ആക്ടർ കോമണർ ആ ഒരു സാധനം അത് പുറത്തേക്ക് ഭയങ്കര നെഗറ്റീവായിട്ടാണ് വന്നത്. അപ്പൊ അതൊക്കെ അപ്പാനിക്ക് മനസ്സിലായി. ആ തെറ്റും കാര്യങ്ങളൊക്കെ തെറ്റ് തിരുത്തി അപ്പാനി അനീഷുമായിട്ട് കോംപ്രമൈസ് ആവുന്നുണ്ട്. പിന്നെ ഈ ബിന്നിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. ബിന്നി അനീഷിന്റെ അടുത്ത് പറയുകയാണ്, അനീഷേട്ടന്റെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഒരു ദുശാഠ്യം എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് പയ്യെ പയ്യെ അങ്ങ് ഇല്ലാതായി പോയി, ഭയങ്കര ഒരു നന്മയായി പോയി എന്നുള്ള രീതിയിലൊക്കെ ബിന്നി പറയുന്നുണ്ട്. അത് അനീഷേട്ടന്റെ എലമെന്റ് ആയിരുന്നു, അതങ്ങ് പോയി, ആ രീതിയിലാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു വശമായിരുന്നു അത്, അതൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് അനീഷ് പറയുന്നത്, നമ്മൾ തമ്മിൽ അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെ അടുത്തും അനീഷ് ഈ ഡയലോഗാണ് പറയുന്നത് കേട്ടോ, നമ്മൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അനീഷ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ബിന്നിയെക്കാട്ടിലും എനിക്ക് നൂബിനുമായിട്ടാണ് കണക്ഷൻ ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് ഇതങ്ങനെ ഒരു സ്ഥലമൊന്നും അല്ല, നമുക്ക് അങ്ങനെ കണക്ഷൻ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും അല്ലാത്തോണ്ടാണ് എന്ന് ബിന്നി പറയുന്നു. ഇതായിരുന്നു ലൈവില് നടന്നത്. പിന്നെ സാബുമാനെ ഒക്കെ വിളിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് വരണം എന്നാണ് എല്ലാവരോടും പറയുന്നത്, തൃശ്ശൂരേക്ക് വരണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിക്കും അനീഷിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സീസണിലെ. ഇമോഷണൽ ബാഗേജ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, സീറോ ആണ്. ഇമോഷണൽ ബാഗേജ് ഇല്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പിണക്കം ആരോടെങ്കിലും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ഒരു പിണക്കവും ഇല്ല, സീറോ. ആരുമായിട്ടും അവിടെ പിണങ്ങിയിട്ടില്ല. സാബുമാൻ എത്രയൊക്കെ മാറിയിരുന്നു പറഞ്ഞിട്ടുള്ളതാണ് അനീഷിനെ പറ്റി. പിന്നെ അപ്പാനിയൊക്കെ മുഖത്ത് നോക്കി പച്ച തോന്നിയാസം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ബിന്നി അപ്പാനിയുടെ കൂടെ കൂടിയെന്ന് നമുക്കറിയാം. ഇവരോടൊന്നും അനീഷ് ഒരു പകയും വെച്ചു കൊടുക്കുന്നത് അങ്ങ് സോൾവ് ചെയ്ത് വിടുകയാണ്. ഒന്ന് ഓർത്തോണേ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നത്. അവിടെ ഷാനവാസിനോട് മിണ്ടാത്തവരുണ്ടായിരുന്നു, അതേപോലെ എന്താണ് അനുമോളുമായിട്ട് ഇത് വെച്ച് പുലർത്തിയ ആളുകളുണ്ട്, ദേഷ്യം കാണിച്ച് പുറത്തേക്ക് നടന്നു പോയവരുണ്ട്, ഒന്നും പറയൊന്നും ചെയ്യാതെ. പക്ഷെ അനീഷിന്റെ അടുത്ത് എല്ലാവരും പോയി മിണ്ടുന്നു. അനീഷ് ഈ സീസൺ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു എതിരഭിപ്രായം പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് യുണാനിമസ് ആയിട്ടായിരിക്കും ജയിക്കാൻ പോകുന്നത്.